രാജൻ സാറേ നമസ്കാരം. നമസ്കാരം. ശരിക്കും നമ്മൾ ഇടുക്കിയിലെ കൊന്നത്തടിയിലേക്ക് എത്തുമ്പോഴേ ഡീഹൈഡ്രേഷൻ ഡ്രയർ എന്ന് പറഞ്ഞു. അത് എന്താ ശരിക്കും അതിന്റെ പ്രത്യേകതകൾ മറ്റുള്ള ഡ്രയറുകളെ വെച്ച്? അതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇത് മൊത്തം കറണ്ടിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഈ കായെ ചൂടാക്കി നീരാവിയാക്കിയിട്ട് നീരാവി വെളിയിലേക്ക് എടുത്ത് തണുപ്പിച്ച് വെള്ളമാക്കി വിട്ട് അങ്ങനെയാണോ ഇത് ഇതിനകത്ത് ഉണങ്ങുന്നത്. ഇതിന്റെ പ്രോസസ്സിങ് അങ്ങനെയാണ്. അപ്പോൾ ഇത് അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കളറ് ഒന്നും നഷ്ടപ്പെടാതെ തന്നെ അതുപോലെ തൂക്കവും വലിയ വ്യത്യാസമൊന്നും വരാതെ തന്നെ കറക്റ്റായിട്ട് നമുക്ക് ഉണങ്ങി കിട്ടും. അപ്പോൾ ഇതിനകത്ത് വേറെ റിസ്കുകളൊന്നുമില്ല. കാരണം വിറകിട്ട് ഉണങ്ങുന്ന ഡ്രയറിനെ വെച്ചെന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധ വേണം. അത്ര ശ്രദ്ധ ഇല്ലെങ്കിൽ തന്നെ ഇതിനകത്ത് കായൊന്നും നഷ്ടപ്പെടുകയോ ഒന്നും അതിന് അപാകത സംഭവിക്കുകയൊന്നുമില്ല. അതാണ് ഇതെന്ന് പറഞ്ഞാൽ ആദ്യം ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഇത് ഈ മെഷീനറി ഈ ഇരിക്കുന്നതിനകത്തെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഹീറ്റിംഗ് പമ്പുണ്ട്. അപ്പോൾ അതിനകത്ത് ബ്ലോവറുണ്ട്. അപ്പോൾ അത് ചൂടിനെ അടിച്ച് ഇതിലൂടെ ഈ ബ്ലോവറിലൂടെ അടിച്ച് അകത്തേക്ക് കൊടുത്തിട്ട് മേളിലൂടെ വന്ന് തിരിച്ച് ഒന്ന് ഒരു എക്സോസ്റ്റിലൂടെ വെളിയിലേക്ക് പോകണം, ഒന്ന് അതിലൂടെ വന്നിട്ട് കൂടുതലുള്ളത് അതിലേക്കൂടെ വരും. അതിനകത്ത് ഈ ആദ്യം പച്ചക്കായ ആയിരിക്കുന്ന സമയത്ത് നീരാവി കൂടുതൽ കാണും. ആ സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കറങ്ങും. ഇതിനകത്ത് എക്സോസ്റ്റ് സെൻസർ ഉണ്ട്. അപ്പൊ ബാക്കി അതിലൂടെ വന്നിട്ട് എന്ന് പറഞ്ഞാൽ തണുപ്പിച്ച് വെള്ളമായിട്ട് പൈപ്പിലൂടെ വെളിയിലേക്ക് വിടും. എന്ന് പറഞ്ഞാൽ കായ്ക്കകത്ത് ഒരു ഏതാണ്ട് 40-60% കൂടുതൽ വെള്ളമാണല്ലോ ഇതിനകത്ത്. ആ ജലാംശം അങ്ങ് മാറ്റി അങ്ങനെയാണ് ഇതിനകത്ത് കായ ഉണങ്ങുന്നത്. അപ്പൊ ഈ സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് വളരെ എളുപ്പമാണ്. കാരണം വെച്ചാൽ മറ്റ് ഡ്രയറുകളിൽ എന്ന് പറഞ്ഞാൽ ഇത് കായൊക്കെ ഇട്ട് കഴിഞ്ഞാലും എപ്പോഴും നോക്കാനായിട്ട് ആള് വേണം. കാരണം 2 മണിക്കൂർ ഇടവിട്ട് വിറകെടുത്തിടാനൊക്കെ ആൾ വേണം. പക്ഷെ ഇതിനകത്ത് അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. നമ്മളൊരു ഹീറ്റ് സെറ്റ് ചെയ്ത് ഇതിലൊരു 50 ഡിഗ്രി അതിന്റെ ഒരു ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഓണാക്കിയാൽ ഇതുണ്ടോ, ഇതിപ്പോ നമ്മള് ഇത് നോക്കുമ്പോ ഇതുണ്ടോ, ഇപ്പൊ 26 ഇപ്പൊ അന്തരീക്ഷ ഊഷ്മാവായി കാണിക്കുന്നത്. അപ്പൊ അത് നമ്മളിങ്ങനെ സെറ്റ് ചെയ്യുക. ഇത് ഈ അന്തരീക്ഷ ഊഷ്മാവിന് നമ്മളിങ്ങനെ ഇങ്ങോട്ട് മുകളിലേക്ക് ഇതുണ്ടോ ഇതൊക്കെ കൂട്ടിട്ട് സെറ്റ് ചെയ്ത് നമുക്ക് ഇത് എത്ര ഡിഗ്രി ഇതിന് മുകളിലും ആക്കാം. ഇത് നമ്മൾ 50 ഡിഗ്രിയിലാക്കിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അത് സെറ്റ് ചെയ്യും. 50 ഡിഗ്രി ഊഷ്മാവിൽ നമ്മൾ 50 ഡിഗ്രിയിൽ ഇത് ഈ ഹീറ്റ് ഇപ്പോൾ അന്തരീക്ഷ ഊഷ്മാവിലുള്ളത് നമ്മൾ ഇപ്പോൾ 50 ഡിഗ്രി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ചൂട് കയറി വരുമ്പോൾ 50 ഡിഗ്രിയിൽ വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് അവിടെ നിൽക്കും, സ്റ്റില്ലായിട്ട് നിൽക്കും. ആ 50 ഡിഗ്രി നിന്ന് വർക്ക് ചെയ്തോളും. അപ്പൊ അങ്ങനെ ഇതിൻ്റെ അകത്ത് ജലാംശം വലിഞ്ഞ് ഒരു 5-6 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഇത് 2 പോയിന്റ് അങ്ങോട്ട് ഹീറ്റ് കയറ്റി കൊടുക്കും. അങ്ങനെയാണ് ഇതിനകത്ത് കാരണം. അതുകൊണ്ട് ഇതിനകത്ത് നമുക്ക് പേടിക്കാനൊന്നുമില്ല. രാത്രിയിലാണെങ്കിൽ നമ്മളിത് സെറ്റ് ചെയ്തിട്ട് നമ്മൾ കിടന്ന് 1 മണിക്കൂർ വൈകിയ നമ്മൾ എണീറ്റ് വന്നെന്ന് വെച്ചിട്ടുണ്ടെന്ന് ഒന്നും സംഭവിക്കാനില്ല. കായ്ക്കൊന്നും സംഭവിക്കില്ല. കാരണം ഞാനിത് മറ്റ് ആൾക്കാരുടെ കായ ഉണങ്ങുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ വിലക്ക് മേടിച്ച് കായിട്ട് പല പരീക്ഷണങ്ങളും നടത്തി നോക്കി. കാരണം വെച്ചാൽ മറ്റുള്ള ആൾക്കാരുടെ കായ കൊണ്ടുവരുമ്പം അതിനകത്ത് അപാകത സംഭവിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇഷ്ടംപോലെ കായ മേടിച്ചു തുടങ്ങി പല പരീക്ഷണങ്ങളും നടത്തി നോക്കി. അപ്പോൾ ഇതിനകത്ത് ഒന്നും സംഭവിക്കാനില്ല. കാരണം വെച്ചാൽ ഞാനിപ്പോൾ ഉണങ്ങി വെച്ചിരിക്കുന്ന കായ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. സ്വന്തമായിട്ട് ഉണങ്ങി വെച്ചിരിക്കുന്നത്. കാരണം ഇത് ഡീഹൈഡ്രേഷൻ ഇത് വളരെ ഇതിനകത്ത് സക്സസ് ആണ് എന്നാണേലും. ഇത് ആകാശ് എഞ്ചിനീയറിംഗ് രാജാക്കാട് അവരുടെയാണ്. ഇപ്പം ഞാനൊരു 3-4 അന്വേഷിച്ചിട്ടാണ് ഇവരുടെ ഇത് സെറ്റ് ചെയ്തത്. ആകാശ് എഞ്ചിനീയറിംഗ് രാജാക്കാട് വാക്കാസ് സിറ്റി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എത്ര രൂപ മുടക്ക് വരുന്നുണ്ട് ഏകദേശം? ഇതിപ്പോ ഒരു മെഷീനറികളെല്ലാം കൂടെ നമുക്ക് 750 കിലോ ആണ് അവർ പറയുന്നത്. പക്ഷെ നമ്മൾ 800 ഇടും. അപ്പൊ ഇതിന് മൊത്തത്തിൽ 16,33,000 രൂപ അന്നത്തെ എസ്റ്റിമേറ്റ്. പക്ഷെ ഇതിപ്പോ എത്ര കാലമായി നമ്മൾ ഇതിവിടെ സെറ്റ് ചെയ്തിട്ട്? ഇതിപ്പോ 1.5 വർഷമായിട്ടോ. ഒരു ഇപ്പോഴത്തെ ഇതിൽ ഒരു 18 രൂപയാവുമായിരിക്കും. പിന്നെ അത് കാലാകാലങ്ങളിൽ വ്യത്യാസങ്ങൾ വരുമല്ലോ. ഇത് നമ്മൾ വാഷ് ചെയ്യുന്ന മെഷീനാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു 150 കിലോ ഇടാം. അത് എല്ലാം മോട്ടറിൽ വർക്ക് ചെയ്യുന്ന 150 കിലോ ഒരു ട്രിപ്പ് ഇടാം. അപ്പോൾ വാഷ് ചെയ്ത് നല്ല ക്ലീനായിട്ട് കായ എടുത്തിട്ട് നമ്മൾ കൊട്ടയ്ക്കകത്ത് വെള്ളം വാർന്നു പോകാനായിട്ട് വെക്കും. അതിന് ശേഷമാണ് ഈ കായ എടുത്ത് നമ്മൾ ഇത് ഡ്രയറിനുള്ളിലേക്ക് ഇടുന്നത്. അപ്പം ഡ്രയറിനുള്ളിലെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അടിയിൽ വെള്ളമെല്ലാം തുടച്ച് കളഞ്ഞ് ഇത് തുറക്കാം. ഇതിൻ്റെ അടിയിൽ എല്ലാം വെള്ളമെല്ലാം തുടച്ച് കളഞ്ഞ് റെഡിയാക്കിയിട്ട് ഇവിടം വരെ ഈ ടോപ്പ് വരെ ഇടുവാണെങ്കിൽ 800, ഈ ലെവലിൽ 1 ഇഞ്ച് താഴെ വരെ ഇടുവാണെങ്കിൽ 800 കിലോ ആണ്.
അപ്പൊ ഇതിലെയാണ് ഈ ഇതിന്റെ ഇത് വേപ്പർ വെളിയിലേക്ക് പോണേ, നീരാവി പോണേ, അതിൽ കൂടെ. അപ്പൊ ഇതിൽ കൂടി പോകുന്നതിനേക്കാളും കൂടുതൽ തള്ളാനുണ്ടെങ്കിൽ മാത്രം അത് വർക്ക് ചെയ്യുള്ളൂ. അത് ഓട്ടോമാറ്റിക് സെൻസർ ഉണ്ട്, അപ്പൊ അത് വർക്ക് ചെയ്യും. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനില്ല, വേറെ ഒരു പ്രവൃത്തി ചെയ്യേണ്ട കാര്യമില്ല. കായ ഉണങ്ങുന്നത് നമ്മൾ നോക്കിയാൽ മതി. ഇതിൽ ഉണക്കിയ കായ, ഈ കാരണം വെച്ചാൽ ഇത് നമ്മൾ കളറൊന്നും ഇടുകയില്ല, നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഇത് കളർ തന്നെയാണ്. നമ്മൾ മണ്ണ് അങ്ങനെ നാച്ചുറൽ ആയിട്ട് തന്നെയുള്ള ആ ഇത് തന്നെയാണ് എല്ലാം. ഇവിടെ നമുക്ക് ഈ കൊന്നത്തടി ഏലമേഖലയല്ലായിരുന്നു, പക്ഷെ ഇപ്പൊ ആ മേഖലയായി. അതൊക്കെ ഒരു മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ ചെയ്തതാണ്. അപ്പം പിന്നെ നമ്മൾ റിട്ടയർ ആയി കഴിഞ്ഞപ്പോ എന്തെങ്കിലും ഒരു ഇത് വേണമല്ലോ. ഞാൻ ഫയർഫോഴ്സിലെ സ്റ്റേഷൻ ഓഫീസർ ആയിരുന്നു പെരുമ്പാവൂര്. റിട്ടയർ ആയി 2019. അപ്പൊ പിന്നെ നമുക്ക് ഒരു ഇവിടെ ഇച്ചിരി സ്ഥലമുണ്ട്, അതിനകത്ത് ഏലകൃഷി ഉണ്ട്, 10,900 ചെടിയുണ്ട് എനിക്ക്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാല് നമ്മള് ആ കൂടത്തിൽ തന്നെ ഇങ്ങനെ ഒരു പ്രസ്ഥാനം കൂടെ നടത്താം എന്നോർത്ത് അങ്ങനെ ചെയ്തെന്നേ ഉള്ളൂ. കുറെ ആൾക്കാരൊക്കെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ കൊണ്ടുവരും. പിന്നെ ഞാൻ പച്ചക്ക വിലക്കെടുക്കും, എടുത്തുണങ്ങും, അങ്ങനെയുള്ള ചെറിയ പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഇപ്പൊ സീസൺ അല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ കായ ഉണങ്ങാൻ വരും. എന്തായാലും സന്തോഷം. മറ്റുള്ള ഡ്രയറുകളാണ് കണ്ടു പരിചയിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ എന്തായാലും ഡീഹൈഡ്രേഷനെ പറ്റി അറിയാൻ കഴിഞ്ഞതിനുള്ളൊരു സന്തോഷം അറിയിക്കുകയാണ്.